2 ദിവസമായി തൃശ്ശൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. ആര് വാഴും ആര് വീഴും എന്നുള്ള ഒരു ചോദ്യത്തിൽ. ഒരുപക്ഷെ ഇന്നലെ രാജൻ പല്ലൻ കളത്തിലിറങ്ങിയതോടുകൂടി രാഷ്ട്രീയ കളം ആകെ മാറിയിരിക്കുകയാണ്. ഈ 2 ദിവസത്തെ യാത്രയിൽ ഞങ്ങൾ കണ്ടത് ഒരുപക്ഷെ ഏകപക്ഷീയമായ ഒരു തീരുമാനമല്ലെങ്കിലും ഭൂരിപക്ഷ തീരുമാനം രാജൻ പല്ലനാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. 2 കാരണങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്ന്, രാജൻ പല്ലൻ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം 10 വർഷമായി ഇപ്പോഴും നിലനിൽക്കുന്നു. അതിന് കാരണമായി പറയുന്നത് രാജൻ പല്ലൻ എന്ന വ്യക്തിയുടെ വികസന പ്രവർത്തനങ്ങളാണ് അവർ കാണുന്നത്. 2.5 വർഷം മേയർ പദവി ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ എല്ലാ പരിശ്രമങ്ങളും വിജയത്തിലെത്തി എന്ന് വേണമെങ്കിൽ അത് പറയാം. രണ്ടാമതായി, ഇവിടെ എതിർ സ്ഥാനാർത്ഥികളായി നിലനിൽക്കുന്ന പത്മജ വേണുഗോപാൽ, അതുപോലെ തന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ, ഇവർ 2 പേരുടെയും കാര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണനെ പറ്റി ഇവിടെ സാധാരണക്കാരുടെ ഇടയിൽ ആർക്കും തന്നെ വലിയ അറിവില്ല എന്നുള്ളതാണ്. ഒരു സാംസ്കാരിക നായകൻ എന്ന പേരും ലേബിളും അല്ലാതെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ പറ്റി ഇവിടെ ഒരാൾക്കും വലിയ അറിവില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി പത്മജയെ പറ്റി പറയുകയാണെങ്കിൽ അധികാരത്തിന് വേണ്ടി ഏതു പാർട്ടിയിലേക്കും ചേക്കേറുന്ന ഒരാളായിട്ടാണ് പത്മജയെ ഇവിടെ തൃശ്ശൂർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഏകപക്ഷീയമായ വിജയം രാജൻ പല്ലന് ലഭിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു കണ്ടെത്തൽ. ഇന്നും പല ആളുകളെയും നമ്മൾ കാണാൻ ശ്രമിക്കുന്നു, പലരുടെയും അഭിപ്രായങ്ങൾ തേടുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഇത്തിരി ഡൗണാണ്. ശരിക്കും BJPയും കോൺഗ്രസും തമ്മിൽ തന്നെയാണ് ശരിക്കും മത്സരം വരുന്നത്. ഇത് ഇപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി അത്രയ്ക്ക് അറിയപ്പെടുന്ന ഒരാളല്ല. കുറച്ച് ബുദ്ധിജീവികൾ, സാഹിത്യകാരന്മാർ, അങ്ങനെയുള്ള ആൾക്ക് സാധാരണക്കാർ, മറ്റേ പഴയ സുനിൽകുമാറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ ഈ ത്രികോണ മത്സരം അങ്ങനെ സുനിൽകുമാർ, പിന്നെ അതുപോലെ തന്നെ വേറെ ആൾക്കാരുണ്ടല്ലോ. ഇതിപ്പോൾ ഇദ്ദേഹത്തൊന്നും ആരും അറിയില്ല. അതാണ് ഈ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ചാൻസ് കൂടുതൽ എനിക്ക് ആളെയാണ് തോന്നുന്നത്. കാരണം പത്മജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ ഇതുണ്ടെന്നുള്ളൂ, പക്ഷെ വർക്ക് ചെയ്തിട്ട് ഒരു തൃശ്ശൂരിൻ്റേതായ പാരമ്പര്യം, അതായത് ഒരു വർക്ക് ചെയ്തു എടുക്കണ ഒരു സംഭവമുണ്ട് രാഷ്ട്രീയത്തിൽ. അതായത് ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കണ സംഭവമുണ്ട്. അപ്പോൾ അതിലെനിക്കിപ്പോൾ രാജൻ പല്ലനെയും തോന്നണം. ഇപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണനായാലും പുള്ളിയായാലും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടുള്ളൊരു പരിചയവും സാഹിത്യത്തിലത്തെ പരിചയവും വ്യത്യാസമുണ്ട്. എനിക്ക് ആക്ച്വലി മിസ്റ്റർ രാജൻ പല്ലനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹം ഒരു നല്ലൊരു പ്രവർത്തന രംഗത്ത് കൂടെ ഒരുപാട് ആൾക്കാർക്ക് മുൻപരിചയം ഉണ്ട്. ആൾക്ക് അതിനെപ്പറ്റി പറയാൻ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം വെച്ചാൽ വല്ലൂർ തന്നെ പുള്ളീനെ പിടിച്ച് ആരെ തള്ളി ഒന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവിടെ വല്ലൂർ, നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. അതിലുപരി നമ്മുടെ പല സ്ഥലങ്ങളിലും ആൾ വികസനത്തിൻ്റെ പാത കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ നടന്നില്ല. പക്ഷെ എന്നാലും പുള്ളിക്ക് എന്തോ അതിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും പുള്ളി ഒരു നല്ല നേതാവാണ്. ആ പുള്ളി വന്നാൽ ഒരുപാട് വികസനങ്ങൾ ചെയ്യുന്നുള്ള ഉറപ്പാണ്. മത്സരം തന്നെ നടക്കുന്നത്. LDFന് മുൻതൂക്കമുണ്ടാവും. ഗവൺമെന്റ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ. ഈ ആലങ്കോട് ലക്ഷം പറ്റിയ ആൾക്കാർക്ക് ഒരു പിടിയില്ല. ആളാരം ചോദിക്കുന്നത് ആൾ കവിന് അറിയണവർക്ക് അറിയും, അല്ലാത്തവർക്ക് അറിയില്ല. അങ്ങനെ നേതാവ് നിന്ന് കഴിഞ്ഞാൽ ജയിക്കും. അതൊക്കെ ജയിക്കും. LDFനാണ് മുൻതൂക്കം, ചിഹ്നത്തിലാണ് ആൾക്കാർ വോട്ട്. അതിന്റെ വികസനമാണോ നമ്മൾ പറയണത്? വികസനം, ജനക്ഷേമമായ പ്രവർത്തനങ്ങൾ, 10 വർഷത്തെ ഭരണത്തിൽ വികസനം അത് മുൻനിർത്തിക്കൊണ്ട് ആരും ജയിക്കും. ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഭരണത്തിൽ കണ്ടമാനം വികസനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച കിട്ടാണ്ടിരിക്കില്ല. ബാലേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്തായാലും പ്രാവശ്യം ഉറപ്പായി. തൃശ്ശൂർ ആര് ജയിക്കും? തൃശ്ശൂർ ത്രികോണ മത്സരം നമ്മൾ കണ്ടുവരികയാണ് കഴിഞ്ഞ വർഷത്തോളം. ബലാബലം പിടിച്ചു വരുമ്പോൾ ഇടതുപക്ഷം ജയിക്കാനാണ് ഒരു സാധ്യത ഞാൻ കൽപ്പിക്കുന്നത്. കാരണം ഒറ്റ കാരണമൊന്നുമില്ല. എല്ലാവരും കൃത്യമായിട്ട് വോട്ട് പിടിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പിടിക്കാൻ പോവില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ മറ്റേ ബാലചന്ദ്രൻ കയറിയ പോലെ ചാൻസ് പറയും. അതായത് 2 ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ഭാഗത്തേക്ക് അവർക്കും വേണ്ട ഇവർക്കും വേണ്ട. അങ്ങനെയല്ല, അത് വ്യക്തമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പിടിക്കും, പോവില്ല. അതാണ് ഇവിടുത്തെ വിജയം. ഇത് രാജൻ പല്ലനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. കാരണം ഇവിടെ ഒന്നാമത്തെ സ്ഥാനാർത്ഥി വളരെ ദുർബലനായിട്ട് തോന്നിക്കണം LDFനെ സംബന്ധിച്ച്. വേറെ അധികം ആൾക്കാർക്ക് പരിചയമില്ല എന്ന് പറഞ്ഞാൽ സാഹിത്യ രംഗത്തുള്ളവർക്കൊക്കെ പരിചയം ഉണ്ടാവും.
പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇപ്പോൾ പൊതുവേ എനിക്ക് തോന്നുന്നത് UDF അനുകൂലമായിട്ടാണ് സംസ്ഥാനത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ ഈ സ്ഥാനാർത്ഥി തന്നെ വളരെ ദുർബലനായിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് രാജൻ പല്ലനാണ് എനിക്ക് കൂടുതൽ സാധ്യത. പക്ഷേ ഇവരെ ഭൂരിപക്ഷം ഒരുപാട് കുറയാൻ ചാൻസ് ഉണ്ട്. രണ്ടുപേരും തമ്മിലുള്ള BJPയും കോൺഗ്രസും തമ്മിലുള്ള മാർജിൻ വളരെ കുറവ്, നേരിയ മാർജിനിലായിരിക്കും ജയിക്കുക. വലിയ മാർജിൻ വളരെ കുറവായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച്, രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവരെ LDF സ്ഥാനാർത്ഥി കുറച്ച് ദുർബലനാണ്. തൃശ്ശൂർ നിയോജകമണ്ഡലം ഇപ്പോൾ പത്മജ വളരെ നിസ്സാര വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അവർക്ക് ഭൂരിപക്ഷം കൊണ്ടുണ്ട്. രാജൻ പല്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കോർപ്പറേഷനിൽ നിന്നുള്ള ഒരു പ്രഭാവമാണ് നമ്മളിവിടെ ഉള്ളത്. അതിപ്പോൾ ഈ മണ്ഡലത്തിൽ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ പത്മജയ്ക്ക് കാര്യമുണ്ട്. മണ്ഡലം ബേസ് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ പത്മജ കരുപ്പും. പക്ഷേ ഈ തൃശ്ശൂർ ഇട്ടാവട്ടത്ത് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാര്യമൊന്നുമില്ല. പിന്നെ കവികളൊന്നല്ല നമുക്ക് അവിടേക്ക് വേണ്ടത്, നിയമസഭയിലേക്ക് വേണ്ടത്. കവികളൊക്കെ കവിത എഴുതിയിട്ട് പുസ്തകം നിറയ്ക്കുക എന്നല്ലാണ്ട് വരിക്കാനിവിടെ ONV കുറിപ്പൊന്നും വന്നിട്ടൊന്നും ജയിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. വേറെ ആൾക്കാരില്ല, ഈ കള്ളത്തരമൊക്കെ ഇല്ലാത്ത ആൾക്കാരില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഓരോ ആൾക്കാരെ പിടിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും വലിയ കാര്യമായിട്ട് കാണണ്ട. നമ്മൾ ആളുകൾ യൂത്തിൻ്റെ വോട്ടൊക്കെ NDAക്ക് ഉണ്ടാവും. എനിക്കിപ്പോൾ ബോർഡ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല ആരാന്നുള്ളത്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ അവർക്ക് തന്നെ അവരുടെ ആൾക്കാരെല്ലാം ഇയാളറിയില്ല. സാഹിത്യക്കാരെന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാർക്ക് ഈ സാഹിത്യക്കാർ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ അങ്ങനെ കുറേ വിട്ടുവെച്ചാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നമുക്കൊന്നും അയാളെ പറ്റി അറിയില്ല. പിന്നെ ഇവിടെ വിജയ സാധ്യത രാജൻ പല്ലനാണ്. ഓക്കെ, ഈ BJPയിലെ പത്മജയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് കിട്ടില്ല. കാരണം കോൺഗ്രസ്സിൽ ഇന്നേരം ഔട്ട് കിട്ടിയ. ഇപ്പൊ BJP ആരും പകുതി വോട്ട് കിട്ടില്ല. അത് ബ്യൂട്ടി പാർലർ പോയിട്ട് മേക്കപ്പ് ചെയ്ത് കിടന്ന് നടക്കുന്ന ആൾക്കാർക്കൊന്നും ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാം. അങ്ങനെ എന്താ കാര്യം? നമ്മൾ പ്രവർത്തിക്കണ്ടേ, ജനങ്ങളായിട്ട് പ്രവർത്തിക്കണ്ടേ, ഷോ കാണിക്കുന്ന കാര്യം. ഈ രാജൻ പല്ലന്റെ പേരിൽ പല അഴിമതികളും പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഉണ്ടോ? അതിപ്പോൾ അഴിമതി ഇല്ലാത്ത ആൾക്കാരുള്ള കുറേ ആരോപണങ്ങൾ, പല മുഖ്യമന്ത്രിക്ക് വരെ ആരോപണങ്ങൾ അതിൽ നിൽക്കണില്ലേ. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ എന്തായാലും ചോദിക്കും രാജൻ പല്ലൻ ചോദിക്കും. 10-15 വർഷത്തിന് മുകളിൽ ചോദിക്കും. വേറെ രണ്ട് പാർട്ടിക്കാരും കാര്യമില്ല, വെറും കടങ്ങൾ വെറും വേസ്റ്റ്. വികസനം 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളൊന്നും കാണില്ല, ഒന്നുമില്ല. ഇതിന് അവൻ്റെ കുടുംബം വികസിക്കുന്നുണ്ട്. പിണറായി ആണെങ്കിലും ആരാണെങ്കിലും അവർക്ക് അവൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നാടിന് വേണ്ടി നല്ലത് ചെയ്യണവർ ജയിക്കട്ടെ. BJP വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് BJP ജയിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അല്ല, തൃശ്ശൂർ 100% ഉറപ്പാണ് രാജൻ പല്ലൻ ജയിക്കും. കാരണം എന്ന് വെച്ചാൽ ആൾ 10 വർഷം ഇവിടെ മേയറായിരുന്നു. ആകെ 2.5 കൊല്ലമാണ് ആൾ കിട്ടിയത്. 2.5 കൊല്ലം കൊണ്ട് ആൾ കാട്ടിക്കൂട്ടാൻ പറ്റിയത് ഒരു 25 കൊല്ലം കൊണ്ട് ഇവിടെ ഒരാൾക്ക് മേയർക്ക് കാട്ടാൻ പറ്റിയില്ല. കിഴക്കേക്കോട്ടയ്ക്ക് എന്തെല്ലാം കാട്ടി, പടിഞ്ഞാറേ കോട്ട ആൾ കാട്ടിക്കൂട്ടിയത്. ഇന്ന് ആളല്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിൽ കൂടെ നടക്കാൻ പറ്റുമോ? തൃശ്ശൂർ നിഷ്പക്ഷ വോട്ടുകൾ എല്ലാം രാജാൻ്റെ പെട്ടിലായിരിക്കും വീഴുക. ഉറപ്പായിട്ടും 100% ഉറപ്പാണ്. ഇനി വരും ദിവസങ്ങളിലും നമുക്ക് സഞ്ചരിക്കാം. ആരാണ് തൃശ്ശൂർ എടുക്കുന്നത്, ആർക്കാണ് തൃശ്ശൂർ ലഭിക്കുന്നത്? ഒരുപക്ഷെ ഈ ചോദ്യവുമായി ഇനിയും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.